ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയരെ, നാം ഇന്ന് ചിന്തിക്കുന്നത് പഴയ നിയമത്തിലെ ഒരു പ്രധാന ദൈവഭക്തനായ യാക്കോബിന്റെ ചരിത്രത്തെ കുറിച്ചത്രേ. യാക്കോബ് തന്റെ സഹോദരനായ യേശാവിന്റെ അനുഗ്രഹം അവൻ തെറ്റായ മാർഗത്തിലൂടെ ഉപായത്തിലൂടെ സ്വന്തമാക്കി. എന്നാൽ തന്റെ സഹോദരന് തനിക്ക് ജീവഹാനി നേരിടാമെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് താൻ അവിടെ നിന്നും പലായനം ചെയ്ത് തന്റെ അമ്മാവന്റെ വീട്ടിൽ പോയി താമസിക്കുന്നു. അവിടെ നീണ്ട 20 വർഷക്കാലം അവൻ വളരെയധികം കഠിനമായ ജോലി ചെയ്ത് തന്റെ അമ്മാവനെ പ്രസാദിപ്പിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു. പിന്നത്തേതിൽ തന്റെ ഭാര്യമാരെയും മക്കളെയും കൂട്ടിക്കൊണ്ട് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം, കനാൻ ദേശത്തേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം താൻ ആഗ്രഹിച്ചു. അങ്ങനെ വരുന്ന വഴിയിൽ തനിക്ക് തന്റെ സഹോദരനെ കുറിച്ചുള്ളതായി അറിവ് കിട്ടി. തന്നെ നേരിടുവാൻ തക്കവണ്ണം 400 പടയാളികളുമായിട്ട് യേശാവ് വരുന്നുണ്ടെന്നുള്ളതായ അറിയിപ്പ് കിട്ടിയപ്പോൾ യാക്കോബ് വളരെ ദുഃഖിതനായി. തന്റെ ജീവിതത്തിൽ താൻ സമ്പാദിച്ചെല്ലാം തനിക്ക് നഷ്ടമാകുവാൻ പോകുന്നു എന്നുള്ളതായ ഒരു ഭയം തനിക്കുണ്ടായി. അതുകൊണ്ട് മൊത്തമായിട്ട് തന്റെ വസ്തുവകൾ, സമ്പത്ത് ഒക്കെയും നശിക്കാതിരിക്കുന്നതിന് വേണ്ടി താൻ ഉപായത്തിൽ തനിക്കുള്ളതായ സമ്പത്തുകളൊക്കെയും രണ്ടായിട്ട് വിഭജിച്ച് 2 വഴിയായിട്ട് കടന്നു പോകുന്ന ക്രമീകരണം ചെയ്തു. അനേകനായി രാത്രിയില് ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് തീരുമാനിച്ചു. തന്റെ പ്രതിയോഗിയിൽ നിന്നും തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി, വലിയ ആപത്തിൽ നിന്നും ഒരു വിടുതൽ ഉണ്ടാകുവാൻ തക്കവണ്ണം, ജീവഹാനി സംഭവിക്കാതിരിക്കുവാൻ തക്കവണ്ണം താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക എത്ര ചെയ്യുന്നത്. ഒരു വലിയ പാപം ചെയ്തതായ വ്യക്തി, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അനന്തരഫലം അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ തന്റെ പ്രതിയോഗിയിൽ നിന്നും തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി, താൻ ചെയ്തു പോയ പാപം ക്ഷമിച്ചു കിട്ടുന്നതിന് വേണ്ടി യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിക്കുക എത്ര ചെയ്യുന്നത്. ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ, നീ ഒരു വിടുതൽ ഉണ്ടാക്കാതെ ഈ പ്രശ്നത്തിൽ നിന്നും എനിക്ക് പരിഹാരം, എനിക്ക് പുറത്തു വരുവാൻ കഴിയത്തില്ല എന്നുള്ളതായ ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ദൈവത്തിന്റെ സന്നിധിയില് ആ രാത്രികാലം മുഴുവനും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയും തീവ്രമായ ഒരു തീരുമാനത്തോടു കൂടിയും അദ്ദേഹം അവിടെ കഴിയത്രേ ചെയ്യുന്നത്. തന്റെ സഹോദരനും രക്ഷിക്കുക എന്നുള്ളത് മാനുഷികമായിട്ട് അസാധ്യമായ കാര്യം. തന്റെ കൂടെയുള്ളവർക്ക് എന്തും സംഭവിക്കാം. അതിനുള്ള കായിക ശേഷിയോ ബലമോ തനിക്കില്ല, സൈന്യമോ തനിക്കില്ല. അതുകൊണ്ട് താൻ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുക എത്ര ചെയ്യും. ദൈവമേ, നീ എന്നെ രക്ഷിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. ദൈവസന്നിധിയിലും തന്റെ പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട്, അനുതപിച്ചുകൊണ്ട്, കണ്ണുനീരോടുകൂടി ആ രാത്രികാലത്ത് തീവ്രമായ ഒരു പ്രാർത്ഥനയില്, ആ മുഴുരാത്രി പ്രാർത്ഥനയില് അവൻ മുഴുകിയത്രേ ചെയ്തത്. ഇതിന്റെ ഫലമായിട്ട് തന്നോട് എന്റെ അടുക്കൽ ഒരു പുരുഷൻ കടന്നു വരുന്നതായിട്ട് നാം തിരുവചനത്തിൽ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൂതന്മാർ യാക്കോബിന്റെ അടുക്കൽ മടങ്ങി വന്നു, ഞങ്ങൾ നിന്റെ സഹോദരനായ യേശാവിന്റെ അടുക്കൽ പോയി വന്നു, അവൻ 400 ആളുമായി നിന്നെ എതിരേൽപ്പാൻ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് ഏറ്റവും ഭ്രമിച്ചു എന്ന് 32-ാം അധ്യായം 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. യാക്കോബ് ഏറ്റവും ഭ്രമിച്ചു, ഭയപരവശനായി. ആ ഭയാനകമായ രാത്രിയിൽ താൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വീഴുന്നതിന് തീരുമാനിച്ചു. തന്റെ പാപം ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ദൈവത്തോടും മനുഷ്യരോടും നാം പാപം ചെയ്തവരാണ്. കഠിനമായ പാപത്തിന്റെ ആ കുറ്റബോധത്തിൽ കഴിയുന്നതായ അനേകം വ്യക്തികളുണ്ട്. അവരുടെ ഭയം
ഇത്ര വലിയ കൊടും പാപത്തിൽ നിന്നും എനിക്ക് മോചനമുണ്ടോ? എനിക്ക് പാപമോചനമുണ്ടോ? എന്റെ പാപം ക്ഷമിക്കുവാൻ ദൈവം ക്ഷമിക്കുകയില്ല എന്നുള്ളതായ ചിന്താഭാരത്തോടുകൂടി കഴിയുന്നതായ അനേകം വ്യക്തികളെ ഈ സമൂഹത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. യാക്കോബിന്റെ ചരിത്രം പഠിപ്പിക്കുന്നത് തന്നെ പോലുള്ളതായ പാപം ചെയ്യുന്ന വ്യക്തികൾക്ക് എത്ര കഠിനമായ പാപം ചെയ്തിരുന്നാലും നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും ഹിമത്തെ പോലെ വെളുപ്പിക്കാം എന്ന് അരുളി ചെയ്തതായ ദൈവവചനമത്രേ നമ്മെ ഉത്സാഹിപ്പിക്കുന്നത്. ഏത് കഠിന പാപിക്കും യേശുവിന്റെ അടുക്കൽ രക്ഷയുണ്ട്, പാപമോചനമുണ്ട്, സമാധാനമുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുള്ളതായ ആ ഉറച്ച വിശ്വാസത്തോടുകൂടി നമുക്കും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവം നോക്കുന്നത് നമുക്ക് വിശ്വാസമുണ്ടോ എന്നത്രേ. യാക്കോബിനോട് ആ രാത്രിയിൽ മല്ല പിടിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയിൽ അവൻ പോരാടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തില് തന്റെ മുമ്പിൽ വന്നതായ ആ പുരുഷനുമായിട്ട് അവൻ മല്ല പിടിക്കുക എത്ര ചെയ്യുന്നത്. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നുള്ളതായ ഒരു ഉറച്ച തീരുമാനം. അപ്രകാരം ഒരു ഉറച്ച തീരുമാനത്തോടുകൂടി ദൈവസന്നിധിയില് പോരാടി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ, അനുതാപത്തോടുകൂടി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വീഴുകയാണ് എങ്കിൽ, നമ്മുടെ ജീവിതത്തിലും എത്ര വലിയ ശോധനയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും, എത്ര വലിയ പ്രതിസന്ധി ആയിരുന്നാലും, അതിൽ നിന്നും നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. യാക്കോബ് ദൈവസന്നിധിയിൽ അങ്ങനെ പ്രാർത്ഥനാ നിരതനായിരിക്കുമ്പോൾ ആ പുരുഷനുമായിട്ട് മൽപിടുത്തത്തിലായപ്പോൾ ആ വ്യക്തി പറയുക എത്ര ചെയ്യുന്നത്, ഉഷസായി എനിക്ക് പോകേണ്ടതുണ്ട്, എന്നെ വിട് എന്ന് ആ വ്യക്തി, ആ പുരുഷൻ അവനോട് പറഞ്ഞപ്പോൾ അവൻ വിടുന്നില്ല. എന്നെ അനുഗ്രഹിച്ചിട്ട് പോയാൽ മതി എന്നുള്ളതായ ഒരു നിലപാടെടുത്തു. അപ്പോൾ ആ വ്യക്തിയും അവന്റെ തുടയിൽ പിടിച്ചു, മർമ്മസ്ഥാനത്ത് പിടിച്ചു. അപ്പോൾ അവന് നിൽക്കുവാൻ പോലുമുള്ള ശേഷിയില്ല. അവന്റെ തുട ഉളുക്കിപ്പോയി. അവന്റെ തുട ഉളുക്കിപ്പോയത് കൊണ്ട് അവൻ ദുർബലനായി തീർന്നു, ബലഹീനായി തീർന്നു. അവന്റെ സകല ബലവും അവിടെ ക്ഷയിക്കുക ചെയ്തത്. അവന്റെ മാനുഷിക ബലം, അവന്റെ ബുദ്ധിപരമായിട്ടുള്ളതായ കഴിവ്, തന്റെ ശാരീരികമായിട്ടുള്ളതായ ബലം, ഇതെല്ലാം അവിടെ തകർക്കപ്പെടുക എത്ര ചെയ്യുന്നത്. ഞാൻ അശക്തനാണ്, ഞാൻ ബലഹീനനാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ പ്രാർത്ഥനയോടുകൂടി ആയിരുന്നപ്പോൾ, പോരാടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ ഒന്നുകൂടി ബലഹീനനായി തീർന്നു. ശാരീരികമായും മാനുഷികമായിട്ടും ബുദ്ധിപരമായിട്ടും താൻ കഴിവില്ലാത്തവനാണ്. തന്റെ ഉപായങ്ങളൊന്നും തന്നെ രക്ഷിക്കയില്ല എന്നുള്ള ബോധ്യമുണ്ടായപ്പോൾ യാക്കോബ് അവിടെ ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിച്ചു. ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിച്ചു. യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിൽ നിന്നും ശക്തി പ്രാപിച്ചവനത്രേ. പ്രിയ ദൈവപിതന്, നമ്മുടെ ജീവിതത്തിൽ നാം ആത്മാവിൽ ശക്തരാകേണ്ടത് ആവശ്യമായിരിക്കുന്നു. ജഡീകവും മാനുഷികവുമായിട്ടുള്ളതായ ശക്തിയും നമ്മിൽ നിന്നും മാറിപ്പോകേണ്ടത് ആവശ്യമായിരിക്കുന്നു. അതിൽ ആശ്രയിക്കുവാൻ പാടില്ല. ദൈവത്തിന് മുമ്പാകെ നാം താഴ്മപ്പെടുകയാണെങ്കിൽ, നമ്മെ തന്നെ സമർപ്പിക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ, സർവവും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ, എത്ര വലിയ പ്രതികൂലത്തിൽ നിന്നും യാക്കോബിനെ രക്ഷിച്ച ദൈവത്തിന് നമ്മയും രക്ഷിക്കുവാൻ കഴിയും. ഈ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം മാത്രമേ. ഈ ദൈവത്തിന് മുഖപക്ഷമില്ല. പ്രിയരെ, ഈ സമയത്ത് കർത്താവ് നിങ്ങളോട് സംസാരിക്കുക എത്ര ചെയ്യുന്നത്. ജീവിതത്തിൽ ഏത് മേഖലയിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, ആരോടെല്ലാം പാപം ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ദൈവത്തിൽ നിന്നും
മറച്ചു വെക്കുവാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റു പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ഒരു വിടുതൽ, സമാധാനം, സന്തോഷമൊക്കെയും പ്രാപിക്കുവാൻ കഴിയും. ദൈവം യാക്കോബിനെ കുറിച്ച് ആഗ്രഹിച്ചത് ഒരു മാനസാന്തരമത്രേ, ഒരു രൂപാന്തരമത്രേ. പാപബോധം, പരിശുദ്ധാത്മാവ് നമുക്ക് പാപബോധം തരുമ്പോൾ അത് നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് ദൈവത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ കഴിയും. ഏത് വലിയ പ്രതിസന്ധിയിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ യേശുവിന് കഴിയും. 32 അധ്യായം 26 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. ദീർഘകാലമായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ ഒരു വിടുതൽ പ്രാപിക്കുവാൻ തക്കവണ്ണം മുട്ടിന്മേൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക അത്രേ കരണീയമായിട്ടുള്ളൂ. അപ്പോൾ ദൈവത്തിന്റെ ശക്തി പ്രാപിക്കുവാൻ കഴിയും. യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം താൻ പ്രാർത്ഥനയിൽ ജാഗരിച്ചു കൊണ്ടിരുന്നപ്പോൾ താൻ അശക്തനായി തീർന്നു. തന്റെ ബലം തന്നിൽ നിന്നും ഇല്ലാതായി പോകുന്നത് കാണുവാൻ അയാൾക്ക് കഴിഞ്ഞു. ദിവസം നാം അടുത്ത് ചെല്ലുമ്പോൾ ഇതുപോലെ നമ്മുടെ ബലഹീനതകൾ നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ ഉപായങ്ങൾ നമ്മെ ഉയർച്ചയിലേക്ക് നയിക്കുകയില്ല. യാക്കോബ് അവിടെ വെച്ച് മനസ്സിലാക്കിയത്രയെന്ന് താൻ ഉപായത്താൽ അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടി ശ്രമിച്ചവനത്രേ. പ്രിയരെ, ഉപായത്തിലൂടെ മറ്റുള്ളവരെ ചതിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുവാൻ തക്കവണ്ണം എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ദൈവസന്നിധിയില് അവരോട് നിരപ്പ് പ്രാപിക്കുവാൻ തക്കവണ്ണം, ദൈവസന്നിധിയില് ക്ഷമ ചോദിക്കുവാൻ തക്കവണ്ണം നാം തയ്യാറാവുകയാണ് എങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം, യാക്കോബ് ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിച്ചതുപോലെ നമുക്കും ദൈവത്തിന്റെ രാജകുമാരന്മാരായി തീരുവാൻ കഴിയും. ദൈവശക്തി പ്രാപിച്ച് മുന്നേറുവാൻ കഴിയും. ആ ദൂതൻ എന്നോട് പറഞ്ഞു, നിന്റെ പേര് എന്ത്? നിന്റെ പേര് എന്ത്? അദ്ദേഹം പറഞ്ഞു, യാക്കോബ്. എന്നാൽ ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, നിന്റെ പേര് ഇസ്രായേൽ എന്നായിരിക്കും. ഇസ്രായേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ ശക്തി പ്രാപിച്ചവൻ, ദൈവത്തിന്റെ രാജകുമാരൻ. പ്രിയരെ, നമുക്കും ദൈവശക്തി പ്രാപിക്കുക മാത്രമേ ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ ഒരേ ഒരു മാർഗം അത്രേ, ദൈവശക്തി പ്രാപിക്കുക, പരിശുദ്ധാത്മ നിറവിലായിരിക്കുക. കപടതയും വിശുദ്ധിയില്ലായ്മയും നിറഞ്ഞതായ ഒരു വ്യക്തിക്ക് ഈ ദൈവശക്തി പ്രാപിക്കുവാൻ കഴിയില്ല. നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധീകരണം ആവശ്യമായിരിക്കുന്നു. അതിന് പാപക്ഷമ നാം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയേണ്ടത് ആവശ്യമായിരിക്കുന്നു. അവന്റെ തുടയുടെ ഉളുക്ക് നിമിത്തം അവൻ മുടന്തി നടന്നു എന്ന് 31 വാക്യത്തിൽ നാം വായിക്കുന്നു. ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ നാം പ്രതീക്ഷ അർപ്പിച്ചിരുന്നതായ ശക്തി കേന്ദ്രങ്ങൾ അത് ബലഹീനപ്പെടും. നമുക്ക് കഴിവുണ്ട്, നമുക്ക് ബുദ്ധിയുണ്ട്, ആരെയും ചതിക്കാമെന്ന മനോഭാവത്തോട് ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ദൈവസന്നിധിയിൽ താഴ്മപ്പെടുകയും സ്വന്തം ബുദ്ധിയിലും സ്വന്തം ശക്തിയിലും ആശ്രയിക്കാതെ ദൈവത്തോട് പാപം ഏറ്റുപറയുകയും ചെയ്യുകയാണെങ്കിൽ ഈ സമയം നിങ്ങളുടെ വിടുതലിന്റെ സമയമത്രേ. ഉപായത്താൽ അനുഗ്രഹിക്കപ്പെടാം എന്ന് വിചാരിക്കരുത്. അത് നിരർത്ഥകമെന്ന് യാക്കോബ് തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു കഴിഞ്ഞു. നമുക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത വിഷയങ്ങളുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ നാം അനുതാപത്തോട് കടന്നിലുവാൻ തക്കവണ്ണം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയത്രേ ചെയ്യുന്നത്. ഒരു വിടുതലിന് വേണ്ടിയും ഒരാശ്വാസത്തിന് വേണ്ടിയും ആ പ്രതികൂല സാഹചര്യത്തിൽ നിന്നും ശത്രുവിന്റെ കയ്യിൽ നിന്നും അകപ്പെടാതെ വണ്ണം ദൈവം അവനെ അത്ഭുതകരമായിട്ട് വിടുവിച്ചു. ശത്രുതയിലായിരുന്നതായ 2 സഹോദരന്മാരെയും ദൈവം സ്നേഹത്തിലും ഐക്യതയിലും ആക്കി തീർത്തു. അവരുടെ വൈരാഗ്യവും പ്രതികാര ചിന്തയും അവരിൽ നിന്നും ദൈവം മാറ്റിക്കളഞ്ഞു. അവർ സ്നേഹത്തോടുകൂടി ജീവിക്കുന്നതിനും പരസ്പരം ക്ഷമിക്കുന്നതിനും ഒക്കെയും ഇടയാക്കിയത് ദൈവത്തിന്റെ പ്രവർത്തനം കൊണ്ടത്രേ.
ശത്രുക്കളെയും മിത്രമാക്കുന്നതായ ഒരു ദൈവം നമുക്കുള്ളത്. പ്രിയരെ, അതുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു ഉദാഹരണം പറയുവാൻ ആഗ്രഹിക്കുന്നു. രണ്ട് സഹോദരന്മാർ ഒരു വീട്ടിൽ പാർത്തിരുന്നു. മൂത്ത സഹോദരൻ ദൈവഭയമുള്ളവനായിരുന്നു. നിരന്തരം ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തതായ പ്രാർത്ഥന ജീവിതമുള്ള ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ തന്റെ ഇളയ സഹോദരൻ മദ്യപാനിയും സകലവിധമായ ദുഷ്പ്രവർത്തികളും ചെയ്ത് ദേശത്തിന് തന്നെ ഒരു ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതായ ഒരു വ്യക്തിയായിരുന്നു. ഒരിക്കൽ ഇളയ സഹോദരൻ മറ്റൊരു വ്യക്തിയുമായി വഴക്കുണ്ടാക്കുകയും ആ വ്യക്തി മരണപ്പെടുകയും ചെയ്തു. തന്റെ കൈയാൽ ഒരു കൊലപാതകം അവിടെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് അവൻ രക്തം പുറഞ്ഞതായ തന്റെ വസ്ത്രങ്ങളുമായിട്ട് തന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു. എന്റെ ജീവിതത്തിൽ സംഭവിച്ചതായ ആ കൈപ്പിഴ, രക്തം ചിന്തിയ അവസ്ഥയില് സഹോദരനോട് പറഞ്ഞു, ഇങ്ങനെ സംഭവിച്ചു പോയി. സഹോദരൻ പറഞ്ഞു, നിന്റെ വസ്ത്രം എനിക്ക് തരിക. ആ രക്തം പുരണ്ട വസ്ത്രവുമായിട്ട് സഹോദരൻ അവിടെ ഇരുന്നു. തന്റെ വസ്ത്രങ്ങൾ ഇളയ സഹോദരന് കൊടുത്തു. നീ ഈ വസ്ത്രങ്ങൾ ധരിച്ചു കൊള്ളുക, നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുക. എന്നാൽ പോലീസുകാർ വന്നപ്പോൾ മൂത്ത സഹോദരൻ രക്തം പുരണ്ട വസ്ത്രവും ആയിരിക്കുന്നതായ കാഴ്ചയത്ര കണ്ടത്. അവർ അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടു. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും തന്നെ തൂക്കിക്കൊല്ലുന്നതിനുള്ളതായ ആളുകൾ അടുത്തു വരുന്നു. അപ്പോൾ മൂത്ത സഹോദരൻ ഇളയ സഹോദരന് ഒരു എഴുത്ത് എഴുതി അയച്ചു. അതിൽ പറഞ്ഞിരുന്നത്, എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, ഈ ദൈവസന്നിധിയില് മടങ്ങി വരണം. എന്റെ പാപങ്ങളും ദുസ്വഭാവങ്ങളും ഉപേക്ഷിച്ചിട്ട് കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കുകയും ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കുകയും വേണം. നീ ഒരു നല്ല മനുഷ്യനായി ദൈവവേദനായി ജീവിക്കണം. ഒരേ ആഗ്രഹമേ, ഒരേ ഒരു പ്രാർത്ഥനയെ എനിക്കുള്ളൂ എന്ന് മൂത്ത സഹോദരൻ എഴുതി അറിയിച്ചു. ആ ലെറ്റർ ഇളയ സഹോദരന് കിട്ടി. അവൻ വായിച്ചു. അവൻ വളരെ അനുതാപത്തോടുകൂടി തകർന്ന മനസ്സുമായിട്ട് അധികാരികളുടെ അടുക്കലേക്ക് ഓടിയെത്തി. പശ്ചാത്താപത്തോടുകൂടി അവൻ അവരോട് പറഞ്ഞു, യഥാർത്ഥ കുറ്റവാളി ഞാനാണ്, എന്നെ തടവിലാക്കണം, എന്നെ ശിക്ഷിക്കണം, ഞാൻ മരണയോഗ്യനാണ്. എന്നാൽ എന്റെ സഹോദരൻ നിരപരാധിയാണ്, അവനെ പുറത്തു കൊണ്ടുവരണം. എന്നാൽ അധികാരികൾ അവനോട് പറഞ്ഞു, ഇന്ന് ഈ പ്രഭാതത്തില് നിന്റെ സഹോദരനെ ശിക്ഷിച്ചു, അവനെ കൊല ചെയ്തു, അവൻ മരിച്ചു. പ്രിയമുള്ള സഹോദരൻ, ആ എഴുത്തിൽ ആ ജ്യേഷ്ഠ സഹോദരൻ എഴുതിയിരുന്നത്, നീ മാനസാന്തരപ്പെടണം, ഈ ഒരു വിശുദ്ധ ജീവിതം നയിക്കണം. ആ ഇളയ സഹോദരനെ ആ ജ്യേഷ്ഠ സഹോദരൻ അത്രമാത്രം സ്നേഹിച്ചു. നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളും ശാപങ്ങളും ശിരസ വഹിച്ചുകൊണ്ട് നമ്മുടെ മേലുണ്ടായിരുന്ന ന്യായവിധിയും യേശു സ്വയം ഏറ്റെടുത്തു. യേശുവിന് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, നാം ഓരോരുത്തരും, ഈ ശബ്ദപരിധിയിലായിരിക്കുന്ന ഓരോ വ്യക്തികളും യേശു ക്രിസ്തുവിന്റെ വചനം അനുസരിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ തക്കവണ്ണം, ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. ഒരു മാനസാന്തരപ്പെട്ട ജീവിതം നയിക്കുവാൻ തക്കവണ്ണം, ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ ഉടമയായി തീരുവാൻ തക്കവണ്ണം യേശു കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക എത്ര ചെയ്യുന്നത്. യേശു ഇന്നും വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക എത്ര ചെയ്യുന്നത്. സ്നേഹവാനായ നമ്മുടെ പിതാവായ ദൈവം, മനസ്സിലുള്ള ദൈവം, പുതിയനായ പുത്രന്റെ മടങ്ങി വരവന് വേണ്ടി ദിനരാത്രങ്ങൾ കാത്തിരുന്നു. വളരെ പ്രതീക്ഷയോടുകൂടി തന്റെ മകന്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരുന്നു.
ആ സ്നേഹവാനായ പിതാവിന്റെ അടുക്കലേക്ക് ഓരോ പാപിയും തിരിഞ്ഞു വരുവാൻ തക്കവണ്ണം, പാപജീവിതം ഉപേക്ഷിച്ചിട്ട് ദൈവത്തിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. വളരെ പ്രതീക്ഷയോട് കൂടിയിരിക്കുന്ന ഒരു പിതാവ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സാന്തരത്തിന് വേണ്ടിയും ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി, സമർപ്പണ ജീവിതത്തിന് വേണ്ടിയും യേശുക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം നാം ഓരോരുത്തരും തയ്യാറാകുന്ന ആ നിമിഷം, ഒരു പാപി മനസ്സാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ ദൂതന്മാർ ആഘോഷിക്കുന്നു. They are celebrating. പ്രിയരെ, അതുകൊണ്ട് രക്ഷ ഇന്ന് നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശു എന്റെ പാപത്തിന് വേണ്ടിയാണ് മരിച്ചത്. വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവനുണ്ട്. നരകത്തിൽ നിന്നും, ആ അനുഭവത്തിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുന്നവനത്രേ യേശുക്രിസ്തു. വീണ്ടെടുപ്പിന്റെ വില തന്നതായ യേശുക്രിസ്തു, താൻ ചിന്തിയതായ രക്തത്താൽ സകല പാപവും പോക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തം, നമുക്കൊരു വെണ്മയുള്ള ഹൃദയം പ്രാപിക്കുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഉള്ളതായ ഒരു കഴുകൽ ആവശ്യമായിരിക്കുന്നു. തിരുവചനം അനുദിനം നാം വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ അതിലൂടെ നമുക്കൊരു വിശുദ്ധീകരണം പ്രാപിക്കുവാൻ കഴിയും. അതിലുപരിയായി പരിശുദ്ധാത്മാവ് നാം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലും കൂടുതൽ വിശുദ്ധീകരണം പ്രാപിക്കുന്നതിന് കഴിയും. ദൈവവുമായി നിരപ്പ് പ്രാപിക്കുന്നതിന് കഴിയും. അതിനെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദപരിധിയിലായിരുന്ന ഓരോ വ്യക്തിയെയും യേശു കർത്താവ് തൊട്ടത് കൊണ്ട് സ്തോത്രം. തങ്ങളുടെ ജീവിതത്തിലെ ആ പ്രതിസന്ധിയുടെ മധ്യയും അവർ നിലവിളിക്കുമ്പോൾ കർത്താവ് കരുണ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിപ്പാൻ കൃപ നൽകുമാറാകണം. പോരാടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം, പ്രാർത്ഥനയുടെ മറുപടി കിട്ടുന്നത് വരെയും പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഈ പ്രിയപ്പെട്ട ഓരോ വ്യക്തികളെയും കർത്താവ് സഹായിക്കണം. ആരെയും തള്ളിക്കളയുന്ന വ്യക്തിയല്ലല്ലോ, ആരെയും ഉപേക്ഷിക്കുന്ന ദൈവമല്ലല്ലോ. കരുണാമയനായ ദൈവമേ, സ്നേഹവാനായ ദൈവമേ, സകലവിധമായിട്ടുള്ളതായ നന്മകളാൽ ഇവരെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രത്യാശയുള്ള ജീവിതം നയിക്കുവാൻ തക്കവണ്ണം കർത്താവെ ഇവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല പാപങ്ങളും അവിടുന്ന് ക്ഷമിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യരാജ്യത്തിൽ ഇവരെയും ചേർത്ത് കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധമായ നന്മകളാലും നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു നിമിത്തം ദേതോന്നി പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.